അപ്പോൾ പുതിയ ആളുകൾക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറയാം. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് എൻ്റെ ഫ്രണ്ടായ നെയ്ബറും ഫ്രണ്ടും ആയ കമ്പനി സെയിൽസ് മാനേജറായി വർക്ക് ചെയ്യുന്ന അശ്വതിമേ മുഖാന്തരാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ അവസരം എന്നിലേക്ക് തന്ന സമയത്ത് എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് നടക്കുക ഒന്നും അറിഞ്ഞ് കയറി നിന്ന വ്യക്തിയല്ല. എല്ലാം കൊണ്ടും പിന്നിലേക്ക് നിന്ന, അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കൂടി മടി കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് വളരെ പാഷനായിട്ട്, അതായത് വളരെ ഇഷ്ടത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കുറച്ച് ടൈം ആയിട്ടുണ്ട്, എന്നാലും കൂടി എനിക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം വേണ്ടി വന്നു. നല്ല രീതിയിൽ വർക്ക് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഇപ്പൊ പറ്റുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നൊരു ബിസിനസ്സാണ് ഈ ഒരു ഫിജിക്കാട്ട് എന്നുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ, അതായത് എൻ്റെ ജീവിതശൈലി ആണെങ്കിലും, എൻ്റെ മേക്കപ്പ് ഡ്രസ് രീതി ആണെങ്കിലും, അതേപോലെ നമ്മുടെ ഒരുപാട് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു ബിസിനസ് എന്നൊക്കെ പറയാം. ഒരുപാട് സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അതാവണം ഇതാവണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നല്ലൊരു ടൈലറിങ് ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ കല്യാണത്തിന് മുന്നേ കുറച്ചൊക്കെ പഠിച്ചു. കുറച്ച് പോയ സമയത്ത് പിന്നെ പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് കുറച്ച് മാസങ്ങൾ പഠിച്ചു. നമുക്ക് അത്യാവശ്യം ഡ്രസ്സ് അടിച്ചിടാവുന്ന രീതിയിലുള്ള ഐറ്റംസ് മാത്രമേ പഠിക്കാനായിട്ട് സാധിച്ചുള്ളൂ. ആ സമയത്താണ് കല്യാണം റെഡിയായി. അത് കഴിഞ്ഞ സമയത്ത് ഇനിയും കൂടുതൽ പഠിച്ചെടുക്കണം, പഠിച്ച് നല്ലൊരു മെഷീനൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ ടൈലറിങ് ചെയ്ത്, ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ടൈലറിങ് എന്നുള്ളത്. അപ്പൊ അസ്ലിയ മാമിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് ഓർമ്മ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീടുത്തെ ഒരു ചേച്ചി തയ്ക്കുമായിരുന്നു. അപ്പൊ ആ ചേച്ചിയുടെ അടുത്ത് സ്കൂളില്ലാത്ത സമയവും, അതേപോലെ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ പോയിരുന്ന് അവരെപ്പോഴാണോ ആ മെഷീനിൽ നീക്കുക അപ്പോൾ കയറി ഇരുന്ന് ചവിട്ടി അതിന്റെ സൂചിയൊക്കെ പൊട്ടിച്ച് ബാക്കിലേക്കൊക്കെ തിരിച്ച് കേടുവരുത്തി ഒരുപാട് പ്രാവശ്യം കേടുവരുത്തി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം കേടുവരുത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അത്ര ഇഷ്ടത്തോടെ പഠിച്ചത് കൊണ്ടായിരിക്കാം ഒരു 2 മാസം കൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുത്തു എന്നുള്ളത് തന്നെ പറയാം. വെട്ടാനും അടിക്കാനും, അതേപോലെ സ്റ്റിച്ചിങ് ആണെങ്കിലും ലൈന് തെറ്റാണ്ട് അടിക്കാനും ഒക്കെ പഠിച്ചെടുത്തു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട പോലെ ഒരുള്ളൊരു സ്ഥലമായതുകൊണ്ടും, അതേപോലെ ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് പോവാനും വരാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടും ഞാൻ കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തുന്നൽ കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്യണം, കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് തയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞ സമയത്ത് ഒറ്റയ്ക്കൊന്നും ഇവിടുന്ന് പോകാൻ പറ്റില്ല, അതൊന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി, വീട്ടിൽ മെഷീൻ വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം, വെറുതെ വീട്ടിലുള്ളത് എന്തെങ്കിലുമൊക്കെ തെച്ചിട്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം പോക്കായല്ലോ എന്ന് പറഞ്ഞ് മെഷീൻ വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അടിച്ച സാധനങ്ങൾ അടിച്ചിട്ടും അങ്ങനെയൊക്കെ പഠിച്ചെടുത്തൊരു മേഖലയായിരുന്നു തുന്നൽ എന്നുള്ളത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് പോണ സമയത്തായിരുന്നു ഒരു ദിവസം നമുക്ക് അത്യാവശ്യമുള്ള നമ്മുടെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു വരുമാനം എനിക്ക് ഈ ഒരു ഇതിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഈ ഒരു ബിസിനസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ആ കിട്ടിയ സമയത്ത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റി എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരും. അതിനായിട്ടുള്ള ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് കിട്ടും. അതെല്ലാം അറ്റൻഡ് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ അത് ഏറ്റെടുക്കും എന്നെ കൊണ്ട് പറ്റി എന്നുള്ളതാണ്. അപ്പൊ പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനമാണ്. അപ്പൊ അതും നല്ല രീതിയിൽ കിട്ടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്, നമ്മളെ പോലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒരുപാട് അനുഭവിക്കുന്ന വ്യക്തികൾ വേറെയുണ്ട്. അപ്പൊ അവരിലേക്ക് ഈ ഒരു ബിസിനസ് എത്തിച്ചു കൊടുത്തു. അപ്പൊ റാങ്ക് മാറാൻ തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ വർക്കെടുത്ത് മുന്നോട്ട് പോകുന്നു. പിന്നെ നമുക്ക് ഇതിൽ വേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് അറിവാണെങ്കിലും തിരിച്ചറിവാണെങ്കിലും, അതേപോലെ എന്തിനുള്ള ഒരു തൻ്റെടാണെങ്കിലും, നമുക്കിപ്പോ ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ, ആദ്യമൊക്കെ എവിടേക്കെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വഴി അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നു. കാരണങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പറയും എനിക്ക് വഴി അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ അറിയില്ല, ഒറ്റയ്ക്ക് ചെയ്യില്ല ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇന്ന് ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ അന്നും ചോദിക്കായിരുന്നു, പക്ഷെ അതിനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ആരടുത്ത് എങ്ങനെ സംസാരിക്കും, എങ്ങനെ ചോദിക്കും എന്നുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ചോദിച്ച് മനസ്സിലാക്കി പോവാനും ഒന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എവിടെ വേണമെങ്കിലും പോവാനും, അതേപോലെ എന്താ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി ആ വഴി എത്തിപ്പെടാനൊക്കെ പറ്റുന്നുള്ളതാണ്. ഇപ്പൊ ആദ്യം
വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന സമയത്താണെങ്കിലും പുറത്ത് പോവാനും അതേപോലെ ഒരു കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ കൂടി എന്നോട് രാവിലെ പണിക്ക് പോകുമ്പോൾ പറയുമായിരുന്നു, കറണ്ട് ബില്ല് ഒന്ന് അടയ്ക്കണം കേട്ടോ, അല്ല നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ പണി കളഞ്ഞിട്ട് വേണം ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു പോണ സമയത്ത് ശരി ഞാൻ അടയ്ക്കാന്ന് പറയും. പക്ഷെ വൈകുന്നേരം അപ്പൊ തന്നെ പറയും, നീ ചെയ്യില്ല എന്നറിയാം എന്നാലും പറയാണ് എന്ന് പറയും. അപ്പോ അങ്ങനെ ഞാൻ പോവില്ല, കാരണം ഒറ്റയ്ക്ക് പോകണ്ടേ, ഒറ്റയ്ക്ക് പോകണം, അവിടെ എത്തിയാലല്ലേ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റൂ. അപ്പൊ അവിടെ പോകേണ്ട മടി കാരണം, അത് ചെയ്യേണ്ട മടി കാരണം ഞാൻ പോവാറില്ല, ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയും ബാക്കിലേക്ക് നിന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഒരു ദിവസം അത് പണി ലീവ് എടുത്തിട്ടാണെങ്കിൽ ആ കറണ്ട് ബില്ല് അടയ്ക്കണം എന്നുള്ളതാണ്. അപ്പൊ പക്ഷെ ഇന്ന് ആ കറണ്ട് ബില്ല് വരുന്നതേ ആള് കാണുന്നുള്ളൂ, പിന്നെ അത് അടച്ചോന്നും അറിയില്ല, അടച്ചിട്ടില്ലേന്നും അറിയില്ല. അപ്പൊ ആ രീതിക്കൊന്ന് ചോക്ക് പോലും ചെയ്യാത്ത ഒരു രീതിക്ക് എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ ഒരു വലിപ്പം തന്നെയാണ്, എനിക്ക് ഈ ഒരു ബിസിനസ്സിന് കിട്ടിയ കഴിവ് തന്നെയാണ്. അപ്പൊ എന്നെ ഒരുപാട് മെന്റലി ഫിസിക്കലി ഒരുപാട് ചേഞ്ച് തന്നിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ ഒരു ഫിജിക്കാട്ട് എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി നല്ല രീതിയിൽ വർക്ക് എടുക്കുക, മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, ഒരുപാട് കഴിവുകൾ ഇല്ലാത്ത ആളുകൾക്ക് കഴിവ് തരാൻ ട്രെയിനിങ്ങുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് പല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടുന്നുണ്ട്. ബിസിനസ് ബൂസ്റ്റർ ആയിക്കോട്ടെ, 7am ആയിക്കോട്ടെ, BOP ആയിക്കോട്ടെ, നമുക്ക് പല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കാണ്ട് നമുക്ക് വേണ്ടി ആ ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് രാവിലെ നേരം നല്ല തിരക്കായിരിക്കും. ഇപ്പൊ സ്കൂൾ അടച്ച സമയത്ത് ആ സമയത്ത് കുട്ടികളൊക്കെ കിടന്നുറങ്ങുകയായിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ 7am കാര്യങ്ങളൊക്കെ കേൾക്കാനും അതേപോലെ 7am ചെയ്യാനും ഒക്കെ നല്ലൊരു സൗകര്യമായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കുട്ടികളൊക്കെ സ്കൂൾ പോണ തിരക്കും അതേപോലെ പല കാര്യങ്ങളും കൊണ്ട് മാറി നിൽക്കാതെ നമുക്ക് ഒരു കാര്യം ചെയ്യുക, കുറച്ച് നമ്മൾ നീക്കുന്ന സമയം കുറച്ച് മുന്നേ നീച്ച് പണികളൊക്കെ റെഡിയാക്കി വെച്ച് കുറച്ച് സമയം നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. നമുക്ക് പഠിച്ചെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എഴുതി പഠിക്കേണ്ടതോ അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കേണ്ടതോ കാര്യങ്ങളല്ല. നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കി വർക്ക് എടുത്ത് മുന്നോട്ട് പോവുക. ഇപ്പൊ നമ്മള് വൈകുന്നേരങ്ങൾ ബിസിനസ് ബൂസ്റ്ററിലൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ മാത്രമേ നമ്മുടെ ഈ ഒരു ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാറുള്ളൂ. കാരണം നെറ്റ് ഇഷ്യൂ ഉണ്ടാവും, അതേപോലെ ഇപ്പൊ മഴ ടൈമാണ്, അതുകൊണ്ടൊക്കെ മാറി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടുന്ന അറിവ് ചെറുതല്ല എന്നുള്ളതാണ്. ഞാൻ എല്ലാം കയറി അറ്റൻഡ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് സ്ലൈഡ് റെഡിയാക്കി സെഷൻ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇന്നലെ അതിന് സാധിച്ചില്ല. പക്ഷെ ഇന്നിപ്പോ നമുക്ക് ആ ബിസിനസ് ബൂസ്റ്ററിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് ഒരുപാട് നെഗറ്റീവ് കേൾക്കും. അതേപോലെ നമുക്ക് ആരും നമുക്ക് നീ ചെയ്ത് വിജയിക്ക് എന്നൊന്നും ആരും പറയാൻ നിൽക്കില്ല. നമ്മുടെ ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ നമ്മളടുത്ത് പറയുന്നല്ലാണ്ട് നീ നല്ല മനസ്സ് തട്ടി ആരും പറയില്ല. നമുക്കത് നമ്മുടെ സ്വന്തം അമ്മയല്ലാണ്ട് വേറൊരാൾ അത് പറയില്ല എന്നുള്ളതാണ്. നീ നല്ല രീതിയിൽ വർക്ക് എടുക്ക്, നമുക്ക് തന്നെ കൊണ്ട് പറ്റും, നീ അത് ചെയ്യുന്നൊക്കെ ഒന്ന് പറയാനൊന്നും ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് കളിയാക്കുന്ന രീതിയിലല്ലാണ്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക. അതേപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമുക്ക് പ്രൊമോഷനാണ് വർക്ക്, അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ചെയ്തിട്ട് നമുക്ക് പ്രൊമോഷൻ ചെയ്യാം അല്ലെ, അത് ചെയ്യാനുള്ള ഒരു അവസരം. അപ്പൊ ഇന്നലെ നമ്മുടെ രചയിച്ചിറമേം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ. മാം ഇന്നലെ നമ്മുടെ കമ്പനിയെ പറ്റിയിട്ടും ലീഗാലിറ്റിയെ പറ്റിയിട്ടും എല്ലാം നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് ആദ്യം വേണ്ടത്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് ആദ്യം ഒരു ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്കൊരു 100 SPD അല്ലെങ്കിൽ 25 SPD 50 SPD പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ ഫില്ല് ചെയ്ത് വന്ന ആളുകളാണ് നമ്മളെല്ലാവരും അല്ലെ. കടം വാങ്ങിച്ചിട്ടായിക്കോട്ടെ, ലോൺ എടുത്തിട്ടായിക്കോട്ടെ, അങ്ങനെ പല മേഖലയിൽ നിന്ന് നമ്മൾ പൈസ അറേഞ്ച് ചെയ്ത് വന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരിലേക്ക് ഒരു സ്റ്റോർ രജിസ്റ്റർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സാധനങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക് വരുന്നത്. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുക. അപ്പൊ അതിന് വേണ്ട മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ വേണ്ടത് നമുക്ക് ക്ഷമയാണ്.
നമ്മൾ ക്ഷമ എന്നുള്ളത്, ക്ഷമ തീരെ ഇല്ലാത്ത വ്യക്തികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ക്ഷമാശീലരും ഉണ്ടാവും. പക്ഷെ ക്ഷമ ഇല്ലാത്ത വ്യക്തികൾ എന്തിനും ഏതിനും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അതേപോലെ നമുക്കൊരു പ്ലാൻ കൊടുക്കാൻ പോണ സമയത്ത് അവര് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അവരായിട്ട് തെറ്റും, ദേഷ്യപ്പെടും. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നല്ല രീതിയിൽ ക്ഷമ, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമ പഠിക്കുന്നുള്ളതാണ്. കാരണം ഒരുപാട് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്തും ചെറിയ കുട്ടികളുടെ അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോവുക. അതേമാതിരി നമ്മൾ എവിടേക്കെങ്കിലും പോണ സമയത്ത്, ട്രെയിനിങ് പ്രോഗ്രാമിന് പോണ സമയത്ത് നമ്മൾ അവർ ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ക്ഷമ നമുക്ക് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ക്ഷമ പഠിക്കുക. അപ്പൊ നമ്മളൊരു പ്ലാൻ കൊടുക്കാൻ പോയ സമയത്ത് അവര് നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അറിയുന്ന ഒരു കുറെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, നിക്ക് ഞാൻ ഈ ഒരു പ്ലാൻ പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എന്നല്ല, അവർ ചോദിക്കുന്ന ക്ഷമയോടുകൂടെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കി അതെന്താന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ക്ഷമ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വേണം എന്നുള്ളതാണ്. അതേപോലെ ഹോണസ്റ്റ്, സത്യസന്ധത, വിനയം, അല്ലെ, സത്യസന്ധത വേണം. ഇപ്പൊ നമ്മളടുത്ത് നമുക്ക് ലീഡർ ഒരു കാര്യം പറയുകയാണ്, അപ്പൊ അത് നമ്മൾ സത്യസന്ധതയോടെ കൂടെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക. നമുക്ക് ചോദിക്കാൻ ഇവിടെ പറഞ്ഞു തരാൻ ലീഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഒരുപാട് ആപ്പുകൾ ഉണ്ട്, അല്ലെ. അപ്പൊ അതിലൊക്കെ നമ്മൾ പഠിച്ചെടുത്ത് നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ വിനയം, നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനോടും അതേമാതിരി ലീഡേഴ്സിനോടും ഒക്കെ ഒരു വിനയം വേണം, ബഹുമാനം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ശ്രദ്ധിക്കണം. അതേമാതിരി യുവർ സെൽഫ്, നമ്മൾ നമ്മളെ പോലെ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ പോലെ ഇരിക്കുക. അതായത് നമ്മൾ ഇപ്പം ഒരു ലീഡർ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇപ്പൊ പ്രവീൺ സാറ് നമുക്ക് ട്രെയിനിങ് തരുന്ന പോലെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അല്ലെ. പക്ഷെ ആ സാറിനെ നമ്മൾ അനുകരിച്ചുള്ള അവസ്ഥ എന്താ? അതേപോലെ തന്നെ നമ്മൾ നമ്മളായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോ നമ്മൾ അനുകരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അതായത് ഇപ്പൊ നല്ലൊരു ഗ്രേറ്റ് ലീഡർ പ്ലാൻ കൊടുക്കുന്നതും നമ്മൾ കൊടുക്കുന്നത് കുറച്ചൊക്കെ നമുക്ക് അവരിൽ നിന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അശ്വതി മാമിൽ നിന്ന് ഒപ്പം പ്ലാൻ പ്രസന്റേഷന് പോയ സമയത്ത് പഠിച്ചെടുത്ത കുറെ കാര്യങ്ങൾ എനിക്ക് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ഓർമ്മ വരും. അതൊക്കെ നമുക്ക് നമ്മുടേതായ സ്റ്റൈലില് നമുക്ക് ചെയ്യാന്നല്ലാണ്ട് പക്ഷെ അനുകരിക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ അശ്വതി മാം ചെയ്യണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. പക്ഷെ അത് ഒരു പ്രാവശ്യം ചെയ്ത് പിന്നത്തെ ഒരു പ്രാവശ്യം നമുക്ക് ചിലപ്പോൾ അത് ഓർമ്മ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ മൊത്തം ഒരു എന്താ പറയാ, കപട ഇത് ചെയ്ത പോലെയാവും. അപ്പൊ അതൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക, നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളായിട്ട് മറ്റൊരാളെ അനുകരിക്കാതിരിക്കുക. അതേപോലെ ഗുഡ്നെസ്, നന്മ, നമുക്ക് എപ്പോഴും നന്മയുള്ളവരായിരിക്കണം. അതായത് നമുക്ക് പറഞ്ഞു തരുന്ന ലീഡേഴ്സിനോടാണെങ്കിലും, അതേപോലെ നമ്മുടെ കൂടെ വന്ന് നമുക്ക് നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ പാർട്ട്നേഴ്സിനോടാണെങ്കിലും നമ്മൾ എന്നും നന്മയുള്ളവരായിരിക്കണം. നന്മ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേമാതിരി കമ്മിറ്റ്മെന്റ്, നമുക്ക് ഉത്തരവാദിത്തം, നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന് നമുക്ക് ഏറെ വേണ്ടത് ഉത്തരവാദിത്തമാണ്, അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു പാർട്ട്ണർ നമ്മൾ ലീഡറായി മാറി എന്ന് പറയും. പക്ഷെ ആ ലീഡർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തോടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, തടസ്സങ്ങൾ ഉണ്ടാവും. അതെന്താന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് അവർക്ക് ഇതെന്താണെന്നോ ഇതെങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ അവരുടെ കൂടെ നിന്ന് നമുക്കത് ഉത്തരവാദിത്തത്തോടെ നിന്ന് നമ്മളത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ അവർക്ക് വരുന്ന പ്ലാൻ പ്രസന്റേഷൻ ആണെങ്കിലും അതേമാതിരി ഇൻവിറ്റേഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതേപോലെ നമുക്ക് ഓരോ പ്രോഗ്രാമുകൾ വരുന്ന സമയത്ത് അവരിനെ കൂടി ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ അവരെ കൂടി അതിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മാത്രം അറ്റൻഡ് ചെയ്തേ കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ബിസിനസ് വിജയിക്കാനായിട്ട് പറ്റില്ല. അവരെ കൂടി ഈ ഒരു ബിസിനസ്സിലേക്ക് അല്ല ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് കൂടി നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതേമാതിരി അറ്റൻഷൻ, ശ്രദ്ധ, നമ്മളെപ്പോഴും നമ്മുടെ ടീമിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ നമ്മുടെ ടീമിൽ വരുന്ന നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടാവും, ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേമാതിരി അതിന്റെ റേറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാനും ഒക്കെ അവരോടൊന്ന് പറയുക. അതേപോലെ ഷെയർ ചെയ്യാനായിട്ട്
നമ്മൾ അവരോട് ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളൊന്ന് ഓരോ മണിക്കൂർ കൂടുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന കാര്യങ്ങളൊന്ന് അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക്, നമ്മുടെ സബ് ഗ്രൂപ്പിലേക്ക് ഇടാനായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അവരിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ റിലേഷൻഷിപ്പ്, നമുക്ക് ഈ ഒരു ബിസിനസ് എന്നുള്ളത് റിലേഷൻഷിപ്പിന്റെ ബിസിനസ് ആണ് അല്ലേ. നമുക്ക് ഒരുപാട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർ വിളിക്കുന്ന സമയത്ത് എനിക്കിപ്പോ ഒന്നും സംസാരിക്കാനുള്ള മൂഡില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് അവരിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് പോകണമെന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ആ സമയത്താണെങ്കിലും എത്ര ടെൻഷൻ അനുഭവിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. അതേമാതിരി ട്രസ്റ്റ്, നമുക്ക് നല്ലൊരു ട്രസ്റ്റ് വേണം. അത് നമ്മുടെ കമ്പനിയോട് വേണം, അതേപോലെ പ്രൊഡക്റ്റിനോട് വേണം, നമ്മുടെ ലീഡേഴ്സിനോട് വേണം, പാർട്ട്നേഴ്സിനോട് വേണം. നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം എന്നുള്ളതാണ് അല്ലേ. ഞാനിപ്പോ ഈ ഒരു സെഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് സെഷൻ ചെയ്യാൻ അറിയില്ല, എനിക്ക് ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ കണക്കാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നോടുള്ള ആ വിശ്വാസം അങ്ങോട്ട് പോയി കിട്ടും. പിന്നെ ഒരിക്കലും എനിക്കത് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് ഈ ഒരു സെഷൻ ചെയ്ത് അവതരിപ്പിക്കാനോ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. പിന്നെ കമ്പനിയെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ട്രെയിനിങ് ആയിട്ടും അതേപോലെ നമുക്ക് അറിവുകളായിട്ടും ഇപ്പൊ നമുക്കൊന്നും വേണ്ട, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കമ്പനിയെ പറ്റിയിട്ടും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ലീഡേഴ്സായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ പഠിക്കാനും കേട്ട് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനും നമ്മളത് പഠിച്ചെടുക്കാനുമായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒരു ചെറിയ വിശ്വാസം വരും. അതേപോലെ തന്നെ നമുക്ക് പിന്നെ പറയാനുള്ളത് ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. ഇപ്പൊ നമുക്ക് പ്രൊഡക്റ്റിന്റെ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ഞായറാഴ്ചകളിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റിനെ പറ്റി എങ്ങനെ വേണമെങ്കിലും വിശദമായിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനും ഉപയോഗിക്കാനും ഉള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്, നമ്മൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഓരോ സാധനങ്ങളാണ്. ഞാൻ ഇതേമാതിരി ഗ്ലോയിങ് വിൻ പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങി ഉപയോഗിച്ച സമയത്ത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത ഡോട്ടുകൾ അതേപോലെ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടി എന്നുള്ളതാണ്. കരിവാളിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുഖത്ത് തേക്കുന്ന സമയത്ത് അത് മാറിക്കിട്ടും. അതേപോലെ തന്നെ മുഖത്ത് തേക്കുന്ന സമയത്ത് മാറിക്കിട്ടും. പിന്നെ അതേപോലെ നമ്മുടെ ബാക്കി സോപ്പ് ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ. ഇപ്പൊ പേസ്റ്റ് ഒക്കെ ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറയുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മാസത്തിൽ എങ്ങനെ ഒരു 1700 രൂപയോളം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പല്ലുവേദനയ്ക്കായിട്ട് വേണമെന്നുള്ളതാണ്. ചെറുപ്പത്തിലേ പല്ല് പറിച്ച ഒരു അവസ്ഥയായിരുന്നു. കാരണം ഇന്നും പല്ലുവേദനയാണ്, എണ്ണ തേക്കാൻ പറ്റില്ല, അതേമാതിരി വെയിൽ കൊള്ളാൻ പറ്റില്ല, മഴ കൊള്ളാൻ പറ്റില്ല. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് പല്ലുവേദന നല്ല രീതിയിൽ വരുന്നുള്ളതാണ്. ചൂടുള്ളത് കഴിക്കാനോ തണുപ്പുള്ളത് കഴിക്കാനോ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന സമയത്ത് ഭയങ്കര പല്ലുവേദനയായിരുന്നു. അത് കഴിക്കാനായിട്ട് പറ്റില്ല. ഞാൻ എല്ലാവരും കഴിക്കുമ്പോൾ നോക്കി നിൽക്കുകയെന്നല്ലാണ്ട് എനിക്കത് വാങ്ങിക്കാനോ ഉപയോഗിക്കാനോ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ചെറുപ്പം മുതലേ അങ്ങനെയാണ്, ഭയങ്കര പല്ലുവേദനയാണ്. അപ്പോൾ ഒരു എണ്ണ തേച്ച് കുളിച്ചാൽ അന്ന് പല്ലുവേദന വരും. കുറച്ച് വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ അന്ന് മൊത്തം മുഖം ഒന്നായിട്ട് വീങ്ങി രൂപമില്ലാത്ത അവസ്ഥയാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയെന്ന് ഈ ഒരു പേസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മുടെ 25 എസ് ഓരോ കോംബോ പാക്ക് എടുത്തിട്ടാണ് 4 കോംബോ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്തത്. പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന സമയത്ത് നമുക്ക് ട്രെയിനിങ്ങുകൾ കിട്ടുന്നുണ്ട്. രാവിലെ 7 AM ഈ ഒരു പേസ്റ്റിന്റെ ആണെങ്കിലും സോപ്പിന്റെ ആണെങ്കിലും ഗുണങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് വാങ്ങണം ഉപയോഗിക്കണം എന്നുള്ളൊരു ഇത് വന്ന സമയത്ത് നമ്മളത് മണ്ണാർക്കാട് സ്റ്റോറിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങി ഉപയോഗിച്ച അന്ന് മുതൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ ആ പേസ്റ്റാണ് തേച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ഈ ഫിജി കാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരുവിധ ആൾക്കാരുടെ അടുത്തൊക്കെ ഈ ഒരു പേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അവരുടെ അടുത്ത് അത് ചോദിച്ച് വാങ്ങിക്കാനും നമുക്കത് ഉപയോഗിക്കാനും പറ്റുന്നുള്ളതാണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെയാണ് നമ്മുടെ ഒരു നോനി ടൂത്ത് പേസ്റ്റ് എന്നുള്ളത്. അത് വാങ്ങിച്ച് ഉപയോഗിച്ച സമയത്ത് ഇതേമാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടി. എനിക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പല്ലുവേദന ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം നല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഈ ഒരു പല്ലുവേദനയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പല്ലുവേദനയുടെ ഗുളിക കഴിക്കുന്ന സമയത്ത് അപ്പോൾ ശരീരത്തിൽ ബ്ലഡ് കുറയും, എച്ച് ബിന്റെ അളവ് കുറഞ്ഞ് അത് അതിലേറെ വേദനയുടെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എച്ച് ബിന്റെ അളവ് കുറയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അസുഖങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എല്ലാം കൊണ്ടും എനിക്ക് ഈ ഒരു
മാറ്റം തന്നത് ഈ ഒരു ബിസിനസിന്റെ പ്രോഡക്റ്റുകളാണെന്ന് പറയാം. അതേപോലെ തന്നെ നമ്മുടെ ആലുവേര ജ്യൂസ് ആയിക്കോട്ടെ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. രാവിലെ നേരം നീച്ച സമയത്ത് നമ്മുടെ കുതി നല്ല വേദന ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ കാല് നിലത്ത് ഊന്നാൻ വയ്യ, കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ നമ്മുടെ ഈ വിരലിന്റെ ഭാഗം ഊന്നിയിട്ടാണ് നടക്കുക. പിന്നെ കുതി വിള്ളുക, പൊട്ടുക, അതേപോലെ തന്നെ മസില് വേദന, അതേപോലെ നമുക്ക് ഡേറ്റ് ആകുമ്പോഴുള്ള വയറ് വേദന, ഇതിനെല്ലാം ഒരുപാട് മാറ്റം തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ആലുവേര ജ്യൂസ് എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ സോപ്പ് ആയിക്കോട്ടെ, ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചൊറിച്ചല്, അതേമാതിരി ഒരു ഡോട്ടുകൾ കാര്യങ്ങളൊക്കെ മാറാനും, നല്ല ശരീരം, നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ നല്ല ഉപകാരമുള്ള ഒരു സാധനമായിരുന്നു നമ്മുടെ സോപ്പ് എന്നുള്ളത്. അപ്പൊ അതെല്ലാം വാങ്ങിച്ച് ഉപയോഗിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റിയത്. അപ്പൊ പ്രോഡക്റ്റിലുള്ള ഒരു വിശ്വാസം എനിക്ക് വന്നു, നല്ല രീതിയിൽ വിശ്വാസം എനിക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി ഉണ്ട്. അപ്പൊ അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്ത്, ഞാൻ 10 പേസ്റ്റ് ഈ ഇടയ്ക്കാണ് നമ്മൾ 10 പേസ്റ്റ് വാങ്ങിച്ച് അതിൽ ഒരെണ്ണം അല്ലാണ്ട് 9 എണ്ണം ഞാൻ സെയിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിക്ക് നമുക്ക് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും അത് എടുപ്പിക്കാനും നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അതേമാതിരി തന്നെ നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം പറഞ്ഞ് അതിന്റെ ബെനിഫിറ്റ് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഈ ഒരു സാധനം എടുപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ വിശ്വസിക്കണം, നമുക്കൊരു വിശ്വാസം വേണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ ഇന്റലിജന്റ്, നമുക്ക് ഐഡിയ, പുതിയ ആളുകളുടെ അറിവ്, ഐഡിയ എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓരോ ഐഡിയകൾ നമുക്ക് തോന്നണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങള് ഐഡിയ പൂർവ്വം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലയിടത്തൊക്കെ നമ്മൾ സ്മാർട്ട് വർക്ക് വേണമെന്ന് പറയില്ലേ. അപ്പൊ ഇതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടാ വെച്ചാൽ ചെറിയ രീതിയിൽ നമുക്ക് ആദ്യമൊക്കെ ഈ ഒരു ബിസിനസ് നമുക്കൊരു ടീം സെറ്റ് ആവുന്നവരെയൊക്കെ നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ സ്മാർട്ട് വർക്കാണ് അല്ലെ. നല്ല രീതിയിൽ ഐഡിയ പൂർവ്വം മുന്നോട്ട് പോകേണ്ട ഒരു ബിസിനസ് ആണ്. ഇപ്പൊ നമ്മളൊരു ടീം വർക്കിലൂടെ ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ടീമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തും നമുക്കില്ലാത്ത ഐഡിയ പല പാർട്ട്നേഴ്സിനായിക്കോട്ടെ, ലീഡേഴ്സിനായിക്കോട്ടെ അവർക്ക് ഉണ്ടാവും. അവര് നമ്മളിലേക്ക് അത് എത്തിച്ചു തരും അല്ലെ. അപ്പൊ ഐഡിയ പൂർവ്വം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ബിസിനസ് ആണ് നമുക്ക് ഈ ഒരു പിജികാട്ട് എന്നുള്ളത്. അതേപോലെ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം ക്ലിയർ ആക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇതുവരെയൊന്നും ഒരിക്കലും നമ്മൾ 7 AM ചെയ്യേ, അല്ലെങ്കിൽ 7 AM പറഞ്ഞൊരു സംഭവം ഉണ്ടാവുക. രാവിലെയൊക്കെ നീച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഫോണൊന്ന് ചാർജിലിട്ടിട്ട് നമ്മുടെ പണികൾ ഒരുക്കുന്നല്ലാണ്ട് ഇപ്പൊ രാവിലെ നമുക്ക് 7 AM ഉണ്ട് അങ്ങനെ ചെയ്താൽ പറ്റില്ല. അപ്പൊ പുലർച്ചെയൊക്കെ നീച്ച് ഫോണ് ചാർജ് ചെയ്ത് നമ്മൾ റെഡി 7 മണിയാകുമ്പോഴേക്കും നമ്മൾ ആ സമയം അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയൊക്കെ ഒന്ന് മാറിപ്പോണ ഒരു അവസ്ഥയിൽ നമുക്ക് ആ 7 AM അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ ആദ്യമൊന്നും ഫോൺ ഒരുപാട് യൂസ് ചെയ്യാത്ത ആളുകളായിരിക്കും, ഫോണിനൊന്നും ഒരുപാട് ശ്രദ്ധിക്കാത്ത വ്യക്തികളായിരിക്കും. ഞാനൊക്കെ ഒരുപാട് ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്തായിരിക്കും ഈ ഫോൺ ഉണ്ടല്ലോ, ഫോണും കൊണ്ട് സമയം കളയാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്തിട്ടായിരിക്കും ഈ ഫോണിൽ അവർ സമയം കളയുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾക്ക് ആ ഫോണിനെ കുറിച്ച് കൂടുതൽ അറിയാത്തതും കൊണ്ട്, ഫോണിന്റെ ഉപയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തതും കൊണ്ടാണ് നമുക്കത് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ വിളിച്ച് കോൾ ചെയ്യുക, മെസ്സേജ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കില്ല. കാരണം പേടിയാണ്, കാരണം വേറെ എന്തെങ്കിലുമൊക്കെ ആയി പോകുമോ എന്നുള്ള പേടിച്ചിട്ടാണ് നമ്മളെ റിപ്ലൈ കൊടുക്കാതിരിക്കുക. അതേപോലെ ഫോൺ ഉപയോഗിക്കുക, എടുക്കുക, കോള് അറ്റൻഡ് ചെയ്യാതെ അവിടെ വെക്കുക എന്നല്ലാണ്ട് ഈ ഫോണും കൊണ്ട് ഇത്രത്തോളം ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നത് ഈ ഒരു ബിസിനസ്സും കൊറോണയാണ് അല്ലെ. നമുക്ക് ഓൺലൈൻ ക്ലാസ് കൊറോണ സമയത്തായിരുന്നു ഓൺലൈൻ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കൊറോണ വന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ പറയും നമുക്ക് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തിനാണ് ഫോണ്, അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിന്ന വ്യക്തി ലാസ്റ്റ് നമുക്ക് അത്യാവശ്യം വന്ന സമയത്ത് ആ ഒരു ഫോൺ വാങ്ങിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പൊ സ്കൂളിൽ നിന്നൊക്കെ കിട്ടും നമുക്കത് വാങ്ങിക്കാൻ അടവായിട്ട് അടച്ചു കൊടുത്താൽ മതി പറഞ്ഞ സമയത്ത് അടവൊന്നും വേണ്ട, ഞാൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞ് മേടിച്ചു തന്നൊരു ഫോണായിരുന്നു. അപ്പൊ ഈ ഒരു ഫോൺ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ബിസിനസ് കിട്ടിയിട്ടുള്ളതും. അപ്പൊ കൊറോണയ്ക്ക് സത്യം പറഞ്ഞ മുരളി സാറ് പറഞ്ഞ മാതിരി കൊറോണ ഈ വീടിന്റെ ഐശ്വര്യം പറഞ്ഞ മാതിരി നമുക്ക് ചെയ്യണം എന്നുള്ളതാണ്. കൊറോണ വന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട്, അവരത് റീൽസ് കണ്ടിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും കാണുന്ന സമയത്ത് നമുക്ക് അതിന് ആഗ്രഹം വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ
ചോദിച്ചാൽ വാങ്ങിച്ചു തരൂല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ചോദിക്കാനായിട്ട് മെനക്കെട്ടില്ല. പിന്നെ ചോദിച്ച സമയത്ത് പറഞ്ഞു വീട്ടിലിരിക്കുന്ന ആൾക്ക് ഫോൺ വേണ്ട, ആവശ്യമില്ല. പിന്നെ കോൾ ചെയ്യേണ്ട ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഒരു ചെറിയ ഒരു നോക്കിയാന്റെ ഒരു സെറ്റ് വാങ്ങിച്ചു തന്നു. പിന്നെ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ വിവരങ്ങൾ അറിയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാനും അതല്ലേ വേണ്ടൂ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ കൊറോണ വന്ന സമയത്ത് നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം എല്ലാവരും സ്മാർട്ട് ഫോൺ വാങ്ങുന്നു, കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അവർക്ക് ചെയ്ത വർക്കുകൾ നമ്മൾ അയച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് സ്മാർട്ട് ഫോൺ അത്യാവശ്യമായ സമയത്ത് എനിക്കത് കയ്യിൽ കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എനിക്ക് വരാനായിട്ട് പറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കാനുള്ള പൈസയും ഫോൺ വാങ്ങാനുള്ള പൈസയൊന്നും നമുക്ക് ഒരിക്കലും റെഡിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ വന്നൊരു വ്യക്തിയായിരുന്നു ഞാന്. അപ്പൊ നമ്മൾ ഈ ഫോണിന്റെ ഉപയോഗം നമ്മൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് നമ്മുടെ ഈ ഓരോ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും വരുന്ന സമയത്തും, ഇപ്പൊ പോസ്റ്റർ അടിക്കാനാണെങ്കിലും, ഇപ്പൊ ഒരു ഇൻകം പോസ്റ്റർ വരുന്ന സമയത്ത് അത് അടിക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ ChatGPT ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഇതിന്റെ ഉപയോഗങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ബിസിനസിന്റെ സഹായം വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മ ഒരു ഫോണ് കുറച്ചു നേരം വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ആപ്പൊക്കെ ഒന്ന് പരിശോധിച്ച് അതിന്റെ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരുപാട് സമയം നമ്മളിപ്പോ ഈ ഫോണുമായിട്ട് ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോൺ ഇല്ലാത്ത കുറച്ച് സമയം എന്ന് പറഞ്ഞത് ഈ ഇടയ്ക്ക് ഫോണ് കംപ്ലൈന്റ് ആയിട്ട് നേരാക്കാൻ കൊടുത്ത സമയത്ത് ഒരു 1.5 ദിവസം സത്യം പറഞ്ഞ ഒരു മെന്റലായ ഒരു അവസ്ഥയായിരുന്നു. ഫോണില്ലാണ്ട് നമുക്കൊന്നും പറ്റില്ല, ഭക്ഷണം വേണ്ട, നേരവണ്ണം ഉറക്കം വരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ ഫോൺ ഇല്ലാണ്ട് ഒരിക്കലും നമുക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ സാധാരണ ഒരു വ്യക്തിക്ക് ഇപ്പൊ 2 ദിവസം 3 ദിവസം ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാന്നുള്ളതാണ്. സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കളഞ്ഞിട്ടോ. പക്ഷെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഗ്രൂപ്പിൽ എന്താവും അവസ്ഥ, ഗ്രൂപ്പിൽ എന്തൊക്കെ വന്നിട്ടുണ്ടാവും, അതേമാതിരി നമ്മുടെ പാർട്ട്നേഴ്സിനെ വിളിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു മൈൻഡും കൊണ്ട് നമുക്ക് ഉറക്കം വരില്ല, ഭക്ഷണം വേണ്ട, അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഒരിക്കലും നമ്മുടെ ഈ കാലഘട്ടം തിരിച്ചു പോവില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇപ്പൊ രാവിലെ ഇപ്പൊ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് ഈ ഒരു 7 AM ക്ലബ്ബ്, നമുക്കത് ഒരിക്കലും നമുക്ക് ഈ ഒരു ബിസിനസ്സുമായിട്ട് മനസ്സിലാവാത്തവര് പലരും മാറ്റി നിൽക്കും, മാറി നിൽക്കും. അവരെന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ്. ഇതിലിപ്പോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവച്ചാൽ ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ടീം വർക്കാണ്. നമുക്ക് എന്തറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ലീഡേഴ്സ് ഉണ്ട്, അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പഠിച്ചെടുത്ത് മുന്നോട്ട് പോവാം. പിന്നെ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് എന്നുള്ളതാണ് എനിക്ക് അറിയാത്ത കാര്യം. 2 ദിവസം വന്ന് ജോയിൻ ചെയ്ത് അവർ ഒരുപാട് പ്രതീക്ഷകളായിട്ടായിരിക്കും പൈസ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അറേഞ്ച് ചെയ്ത് ഇതിൽ വരുന്ന സമയത്ത് വന്ന് ഒരു 2 ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് 7 AM അറ്റൻഡ് ചെയ്യും. 1 or 2 ആൾക്ക് പ്ലാൻ കൊടുക്കും. പിന്നെ അവര് വിളിച്ച ഫോൺ എടുക്കാതെ അതേപോലെ നമ്മുടെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാണ്ട് ഉള്ള ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മൾ അവരിലേക്ക് പറഞ്ഞിപ്പോ ലീഡേഴ്സ് ഒക്കെ പറയുന്ന സമയത്ത് അവരൊക്കെ പറയാറുണ്ട് 80 പ്രസന്റേഷൻ, അതേമാതിരി 69 പ്രസന്റേഷൻ, 100 പ്രസന്റേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ എനിക്കൊരു ഫസ്റ്റ് ഒരു ജോയിനിങ് വന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മൾ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്തും വന്ന ഉടനെ അവര് വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ളതാണ്. അപ്പൊ അതിൽ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഈ ഒരു ബിസിനസ് എന്താണോ, ഈ ബിസിനസ് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ അവർക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ക്ഷമയുള്ളവർക്കേ വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ക്ഷമിച്ച് നമ്മൾ ഈ ഒരു കുറച്ചാൾക്ക് പ്ലാൻ കൊടുത്തു, അവര് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ആളുകളുണ്ട്. നമ്മള് ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ എവിടെ യാത്ര പോണ സമയത്താണെങ്കിലും നമുക്കൊരു ഫംഗ്ഷന് പോണ സമയത്താണെങ്കിലും നമുക്ക് നമ്പർ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരെ നമുക്ക് കണ്ടുമുട്ടാനും അവരുടെ അടുത്ത് നമ്പർ കളക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ട്രെൻഡ് ആയിട്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ, അതിലൊക്കെ നമ്മുടെ പോസ്റ്ററും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ നമുക്ക് കോണ്ടാക്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് നിർത്തിയിട്ട് പോകേണ്ട ബിസിനസ് അല്ല. ഇന്നോ നാളെ ചെയ്ത് നമ്മൾ ഒരിക്കലും ക്വിറ്റ് ചെയ്ത് പോകേണ്ട ബിസിനസ് അല്ല അത്. നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. നമുക്കൊരു ലക്ഷ്യമാണ്, ആ ലക്ഷ്യത്തിൽ എത്തുന്നവരെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതേപോലെ നമുക്ക് ട്രെയിനിങ്ങുകൾ കിട്ടും. നമ്മൾ മൈൻഡ് സെറ്റ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഈ ഒരു ബിസിനസ് ഒരിക്കലും വിട്ടിട്ട് പോവില്ല, ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് വിജയം കാണുന്നവരെ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് വേണ്ട കാര്യങ്ങളാണ് നമുക്ക്
സെവനെയിം ക്ലബ്ബ്, BOP, ടീം മീറ്റിംഗ്, ട്രെയിനിങ് എന്നുള്ളത്. അപ്പൊ 7am നമ്മൾ കൂടുതലായിട്ട് 7am തന്നെ നമ്മളെ മാറ്റി മറിക്കാൻ. അപ്പൊ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും കേൾക്കുന്ന സമയത്തും ഓരോരുത്തർ വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ആകെ 2-3 ദിവസം നമ്മുടെ ടീമിന്റെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് മെഗാ കിട്ടുന്നുണ്ട്. അതിൽ സ്ലൈഡ് വെച്ചിട്ടാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു 7am ക്ലബിലൂടെ കിട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അതേപോലെ BOP, അപ്പൊ നമ്മൾ പറയില്ലേ എന്നും ഒരേ പ്ലാൻ പ്രസന്റേഷൻ അല്ലേ, എന്നും ഒരേ MC അല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ വൈകുന്നേരം നമുക്ക് BOP ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി BOP ആയിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ BOP-കളും നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അവർ MC ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, ഇതെല്ലാം കേട്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ബുക്ക് വെച്ച് അറിയാത്ത ഒരു വ്യക്തി ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് ബുക്ക് നിവർത്തി വെച്ച സമയത്ത് അവർ പ്ലാൻ പറയുന്നത് കേട്ട് അതേമാതിരി നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ എന്താണോ ആ സൈഡ് നോക്കി പറയുന്നത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതേമാതിരി ട്രെയിനിങ്ങുകൾ, അപ്പൊ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജെസിറാമൻ നല്ലൊരു ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെ, നമുക്ക് എത്രത്തോളം കടം ഉണ്ട്, അതേമാതിരി എത്രത്തോളം നമ്മൾ ഈ ഒരു ബിസിനസ്സിന്ന് ഏൺ ചെയ്യണം, അതേമാതിരി എത്രത്തോളം ഒരു ദിവസം നമുക്ക് വരുമാനം കിട്ടിയാലാണ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് മാറുക എന്നുള്ളതൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച ഒരു ട്രെയിനിങ് ആയിരുന്നു നമുക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാനും അതേപോലെ അവിടെ പോയവർക്ക് മാത്രമേ അതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനും അത് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ട്രെയിനിങ് അവിടെ നടന്നോട്ടെ പറഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്കത് കൂടുതലായിട്ട് അവർക്ക് നമ്മുടെ ലീഡേഴ്സ് ആയിക്കോട്ടെ അവർക്ക് എല്ലാ കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റില്ല. അപ്പൊ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഓരോ പ്രോഗ്രാമും നമുക്ക് ഈ ഒരു ബിസിനസ്സുമായിട്ട് വിജയിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം നമ്മൾ പഠിച്ചെടുത്ത് മുന്നോട്ട് പോവുക. എന്തൊരു പ്രോഗ്രാം ഉണ്ടോ നമ്മൾ അവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ സാന്നിധ്യം അവിടെ നമ്മൾ ഉറപ്പുവരുത്തുക. അതേപോലെ നമ്മുടെ കൂടെ വന്ന പാർട്ട്നേഴ്സും അവരും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുക. ആർക്കും ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നും തീർന്നിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ ജെസിറ മാം ഒരിക്കൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഒരാള് കപ്പൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നും ഈ ഉണ്ടാക്കിയ Book, I think. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ ഒരു ബോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അത് ആ ഉണ്ടാക്കിയ ആള് വന്ന് ചോദിക്കുകയാണ്, എന്താണ് ഇത് വെള്ളത്തിൽ ഇറക്കാത്തത്, കടലിൽ എന്താ ഇറക്കാത്തത് ചോദിച്ച സമയത്ത് ആ മുതലാളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കടലിലെ തിര നിന്നിട്ടേ ഞാൻ ഈ ഒരു കപ്പല് ഇറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തിര